നഗരസഭയിലെ വഴിവിളക്കുകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോതമംഗലം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം നടത്തി. നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവ് വിളക്കുകൾ അണഞ്ഞുകിടക്കുകയാണ്. സ്കൂളുകൾ തുറന്നിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ അലംഭാവം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്ന് പൗരസമിതി പ്രതിനിധികൾ ആരോപിച്ചു. കോതമംഗലം നഗരത്തിലെ വഴിവിളക്കുകൾ പലയിടത്തും തെളിയാത്ത അവസ്ഥയിലാണുള്ളത്. നഗരസഭാ അധികൃതർ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. മഴക്കാലം ആരംഭിച്ചതോടെ വൈകുന്നേരമാകുമ്പോഴേക്കും നഗരം ഇരുട്ടിലാവുകയാണ്. എന്നാൽ ഈ സമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നഗരത്തിലൂടെ കാൽനട യാത്രക്കാരായി എത്തുന്നുണ്ട്. നഗരപ്രദേശങ്ങളായ തങ്കളം, മലയൻകീഴ്, കോഴിപ്പള്ളി ജംഗ്ഷൻ എന്നിവിടങ്ങളെല്ലാം വൈകുന്നേരമാകുന്നതോടെ ഇരുട്ടിലാവുകയാണ്. ഇവിടങ്ങളിലെ വഴിവിളക്കുകൾ എല്ലാം തന്നെ നിശ്ചലമാണ്. വൈകിട്ട് നഗരം ഇരുട്ടിലാകുന്ന കാരണം കൊണ്ടുതന്നെ മോഷ്ടാക്കൾക്കും ലഹരി വിൽപ്പനക്കാർക്കും സാമൂഹ്യ വിരുദ്ധർക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ അവസരമൊരുങ്ങും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നഗരസഭയ്ക്ക് തന്നെയാണ്. കാൽനടയാത്രക്കാർ പലരും ഇരുട്ടിൽ വെള്ളക്കെട്ടിലും ഓടയിലും വീഴുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഉപരോധിക്കുന്നതടക്കമുള്ള സമരമുറകൾ നടത്തുമെന്നാണ് പൗരസമിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രതീകാത്മകമായി ചൂട്ട് കത്തിച്ചുകൊണ്ടുള്ള ധർണാ സമരം താലൂക്ക് പൗരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇനി നമുക്കറിയാം, കാലവർഷമാണ് വന്നുവിടുവാൻ പോകുന്നത്. ഈ കാലവർഷക്കാലത്ത് ലൈറ്റ് പോലും സ്ട്രീറ്റ് ലൈറ്റ് ഓടുകയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അനുഭവത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ടാക്സുകളും കാര്യങ്ങളും ഈ ഫണ്ട് എവിടെ പോകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതിരിക്കുന്നു. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല. പിന്നെ ഇവിടെ ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നത്. പ്രസിഡന്റ് ഷാജി പിച്ചകര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിജി പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മനോജ് ഗോപി, ജോൺസൺ കറുകപ്പള്ളി, ബോബി മണിത്തോട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.